അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സഹായം ചെയ്യാൻ ദൈവം സാറിന് അവസരം തരും. ആ അവസരത്തെ ഉപയോഗിച്ചോളാം, നാളെ ആക്കണം വെക്കല്ല. ഇപ്പം ഞാൻ നിസ്സാര കാര്യം പറയാം. നമുക്ക് ഈ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അനുഭവങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരും. ഇപ്പം നമ്മൾ രണ്ടുപേരും രക്ഷയിലേക്ക് വന്നതാണെങ്കിൽ, ഞാൻ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സാർ ഇന്ന് പട്ടിണിയാണെങ്കിൽ എനിക്കറിയാം, അവിടെ ഗ്രഹിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണം? നാളെ സാറിൻ്റെ പട്ടിണി അങ്ങ് മാറും, പക്ഷെ ഇന്ന് സാറിന് ഭക്ഷണം ഞാൻ കൊണ്ടു തരണം. എന്നാൽ കുറച്ച് ദിവസം കഴിയട്ടെന്ന് പറഞ്ഞാൽ സാറിന് ഇനി എൻ്റെ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ? സാറിനോട് വേറെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇവിടെ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക, അവസരം കിട്ടും പോലെ അതല്ലേ ഇപ്പം വായിച്ചാൽ 10-ാം വാക്യം, വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. അപ്പം അവസരം കിട്ടുമ്പോൾ വേണ്ടി. ഇപ്പം ഞാനൊന്ന് വീണു അവിടോട്ട്, നമ്മൾ കണ്ടില്ല, ആ വീണപ്പോഴല്ലേ എന്നെ താങ്ങണ്ടിയേ, അത് പിന്നെ ചെയ്യാൻ പറ്റുമോ? ആ കൃത്യസമയത്ത് കാര്യങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ കഥയാണ്. അവർ രണ്ടുപേരും ട്രെയിനിൽ യാത്ര ചെയ്യുക, ഭയങ്കര തെള്ള, അവർക്ക് വേറെ കണ്ടിറങ്ങി. പക്ഷേ തിരക്ക് മുഖാന്തരം അവരുണ്ടല്ലോ വേറൊരു സ്റ്റേഷനിൽ അങ്ങ് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് പോകാൻ വയ്യ, ഭക്ഷണം. അപ്പം പുള്ളിയുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്. ഇതിനകത്തോട് ഞെങ്ങിഞ്ഞിറങ്ങി പുള്ളി ഈ കുപ്പി വെള്ളവുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അപ്പം അതിനകത്തുനിന്ന് ആരോട് വിളിച്ചു, സാറേ ആ വെള്ളം ഇങ്ങനെ തന്നോട്ട് പോകും സാറേ എന്ന് പറയും. കാരണം ഇതിനകത്തിരിക്കുന്നവരെല്ലാം പൈസ കൊണ്ട് വെള്ളം മേടിക്കാനോ വെള്ളക്കുപ്പി വിൽക്കുന്നതിന് അതിനകത്തോട്ട് കയറാനോ അതുപോലെ അങ്ങനെ യാത്ര ചെയ്തില്ലേ, അതുപോലെ ജാമാണ്. അപ്പം ഇയാൾ പറഞ്ഞു, ആ വെള്ളം ഇങ്ങനെ തന്നിട്ട് പോകും സാറേ എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു. അപ്പം പുള്ളി ആകെയൊക്കെ ദേഷ്യത്തില്ല, ചൂടും ദേഷ്യം പുള്ളി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലല്ല, പുള്ളി ഇടന്നില്ല. അവസാനം പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ട്രെയിൻ നീക്കിയപ്പോൾ തൊട്ട് ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ, ആ മനുഷ്യന് ഞാൻ വെള്ളം കൊടുത്തില്ല. ഇപ്പോഴും കണ്ടാൽ പറയുന്നു, വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞു, എന്നാലും ആ മനുഷ്യന് ഞാൻ വെള്ളം കൊടുക്കാൻ. ആ മനുഷ്യന് വെള്ളം കിട്ടത്തില്ലേ? അവൻ റെയിൽവേന്ന് ഇറങ്ങുമ്പോഴേ തിരക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ മേടിച്ച് കുടിക്കാം, പക്ഷെ ആ കൃത്യസമയത്ത് വെച്ചിട്ട് വെള്ളം വേണമായിരുന്നു. അപ്പം തക്ക സമയത്ത് സഹായം ചെയ്തവനാ സ്നേഹിതൻ. അതിൻ്റെ ഏകദേശം ആ ഒരൊറ്റ ഉപമെന്ന് മനസ്സിലാകും. ഇനി കരഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? ആ സമയത്ത് തൊണ്ട വരേണ്ട, അവന് പുറത്തിറങ്ങാനൊക്കെ അകത്തൊരു വെള്ളം കിട്ടത്തില്ല. ഇവൻ ഇറങ്ങുന്ന കാണുമ്പോൾ സാറേ വെള്ളം ഇങ്ങനെ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ മേടിക്കാമല്ലോ, പക്ഷെ കൊടുക്കാൻ പറ്റില്ല.